നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് കന്നിക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് തുലാക്കൂറിലുമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് ഈ മാസത്തിൽ യോഗമുണ്ട്. കാരണം സർവാഭിഷ്ടസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോട് യോഗം ചെയ്ത് സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ, ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കിട്ടുക, തൊഴിൽ മേഖലയിൽ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന പൊസിഷനിൽ ജീവിക്കാനായിട്ട് സാധിക്കുക, നേതൃസ്ഥാനാധിപത്യം, ഇങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങൾക്കും ചിത്ര നക്ഷത്രത്തിൻ്റെ 1-ാം ഭാഗത്തിൽ ജനിച്ചവർക്ക് യോഗമുള്ളൊരു മാസമാണ്. എന്നാൽ കുറച്ച് തടസ്സങ്ങളുമുണ്ട്. കാരണം അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കും, കാൽപാദത്തിന് വേദന ഉണ്ടാകും, ഉദര സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗം, നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ, അടിവയർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. 7-ാം ഭാവാധിപതി അനിഷ്ട 7-ാം ഭാവത്തിൽ ശത്രുസ്ഥാനാധിപതി നിൽക്കുന്നതുകൊണ്ട് ശത്രുദോഷമുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നെയ്വിളക്കം കഴിപ്പിക്കുക. അതേപോലെ തന്നെ നാഗപൂജയും രാഹുപൂജയും കേതുപൂജയും നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിലും ചെയ്ത് നന്നായി പ്രാർത്ഥിക്കുക. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക എന്ന് പറയുന്നത് തുലാക്കൂറിലാണ്. അപ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം 10-ാം ഭാവത്തിലേക്ക് വന്നപ്പം ഭാഗ്യത്തിന് കുറച്ച് കുറവുണ്ടായി. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായി. എന്നാൽ രുചകായോഗം വന്നത് കാരണം ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും, എന്ത് സാഹസപ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ വളരെ ആക്റ്റീവായിരിക്കും, എന്തും ചെയ്യാനും നേരിടാനുള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും. എന്നാലും മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ട്. സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ തോന്നുന്ന ഒരവസ്ഥ കാര്യങ്ങളുണ്ട്. 5-ാം ഭാവാധിപതി 6-ൽ നിൽക്കുന്നതുകൊണ്ട് അവനവൻ്റെ മനസ്സ് തന്നെ അവനവൻ്റെ ശത്രുത എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. നിരാശ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് എത്ര ആക്റ്റീവായിട്ട് പ്രവൃത്തി എടുത്തിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഫലം കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു നിരാശ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബാധാസ്ഥാനത്ത് ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് സ്ട്രോങ് ആണ്. കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് അതുകൊണ്ട് രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലഗ്നാധിപതി വ്യാഴത്തോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനം ഒരു പരിധി വരെ ഉണ്ട്. ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് ബലവാനും സ്വക്ഷേത്ര ബലവാനുമാണ്. അപ്പം അതുകൊണ്ടൊക്കെ നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. ദൈവാധീനത്തിന് കുറവിന് പരിഹാരമായിട്ട് യഥാശക്തി വഴിപാടൊക്കെ ചെയ്താൽ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക നേട്ടത്തിലേക്ക് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. പക്ഷേ എങ്കിലും അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട്. ഒരു മിഥുനമാസം അതായത് ഒരു 15-ാം തീയതിയോടുകൂടി, ജൂൺ മാസം 15-ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ മിഥുനമാസത്തിൽ കുറച്ചൊരു ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി, അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. എന്നാലും പൊതുവേ നോക്കുന്ന സമയത്ത് ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ജൂൺ മാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.